75ാം വാർഷികാഘോഷമാണ്. വാർഷികാഘോഷ പരിപാടിയിൽ സ്വന്തം അധ്യാപകരെ പ്രകീർത്തിച്ചുകൊണ്ട് വേദിയിൽ ഒരു ഗാനം ആലപിക്കണമെന്ന് പത്തനംതിട്ട പ്രമാടം നേതാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ്സുകാരി ശിവകീർത്തനയ്ക്കും 8ാം ക്ലാസ്സുകാരൻ നിപുണിനും ഒരാഗ്രഹം. യൂട്യൂബിൽ തിരഞ്ഞ് നല്ല ഒരു പാട്ട് വേദിയിൽ പാടിക്കോളാൻ അധ്യാപകരും അനുമതി നൽകി. സ്വന്തം അധ്യാപകരെപ്പറ്റി നല്ല ഒരു ഗാനം ആലപിക്കാൻ യൂട്യൂബ് ഒന്നും വേണ്ടെന്നായി വിദ്യാർത്ഥികൾ. ശിവകീർത്തന വരികൾ കുറിച്ചു, നിപുൺ സംഗീതം നൽകി. വേദിയിൽ ആലപിക്കാൻ 7ാം ക്ലാസ്സുകാരി ശിവാനിയെയും 10ാം ക്ലാസ്സുകാരൻ ആൽബിനെയും കൂടെ കൂട്ടി. 1ാം തരം ഗുരുവന്ദനം റെഡി. ഗുരുക്കന്മാരെക്കുറിച്ച് ശിവകീർത്തന എഴുതിയ വരികൾ മനോഹരമാണ്. ജ്ഞാനമായി നീ എന്നെ പുണരേണമേ, നാദമായി നീ എന്നിൽ നിറയണമേ, താളമായി നീ എന്നും ജ്വലിക്കണമേ. ഞാൻ ഗുരുവിനെ വന്ദിച്ചിടും, എൻ ഗുരുവിനെ വന്ദിച്ചിടും, നീലങ്ങളിൽ ഐശ്വര്യം ചൊരിയണമേ. ജ്ഞാനമാനി എന്നെ പുണരേണമേ, നാദമാനി എന്നിൽ നിറയണമേ, നാളമാനി എന്നും ജ്വലിക്കണമേ. ആ UP വിഭാഗം സയൻസ് ടീച്ചർ ദീപയാണ് ഗാനം തയ്യാറാക്കാൻ പ്രോത്സാഹനം നൽകിയത്. എൻ വീതിയിൽ നീ എന്നും വഴികാട്ടണേ, നിൻപാദപത്മത്തിൽ അലിഞ്ഞിടണേ എന്ന അവസാന 2 വരി എഴുതി നൽകിയത് ഹൈസ്കൂൾ വിഭാഗം മലയാളം അധ്യാപിക ധന്യയാണ്. അന്ന് നിപുൺ എനിക്ക് ആദ്യം ഒരു ഹമ്മിങ് പോലെ ഇട്ട് തന്നു. പിന്നെ ഞാനത് എഴുതി. അങ്ങനെ ഞങ്ങൾ ഓരോ വരിക്കും ട്യൂൺ എഴുതി അങ്ങനെ ഒരു പ്രയർ പോലെ ഞങ്ങളത് ഉണ്ടാക്കി ഗുരുവന്ദനമായിട്ട് ബന്ധപ്പെട്ട്. ഗാനം അധ്യാപകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതായും സ്വന്തമായി ഒരു ഗാനം തയ്യാറാക്കി അധ്യാപകരുടെ മുന്നിൽ പാടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ചേച്ചി എന്നോട് പറഞ്ഞ ഈ പാട്ട് ഇങ്ങനെ ഒരു ഗുരുവന്ദനം ഉണ്ടാക്കണം. അപ്പൊ ഞാൻ കുറെ നേരം ആലോചിച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് പല്ലവിന്റെ ആ ഒരു ട്യൂൺ കിട്ടി. ഞാൻ ഗുരുവിനെ വന്ദിച്ചിടും, ആ ഒരു ട്യൂൺ എനിക്ക് കിട്ടിയ അങ്ങനെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ അതിന്റെ ബാക്കി അങ്ങോട്ട് ഉണ്ടാക്കി. ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് എഴുതി. ചേച്ചി എല്ലാവരും ടീച്ചർമാരെ ലാസ്റ്റ് 2 പേര് ധന്യ ടീച്ചറെ സഹായിച്ചു. പിന്നെ ട്യൂണിട്ടു. അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് ഞങ്ങൾ പാടിയപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ടീച്ചർമാർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ സാറിനെയും പാടി കേൾപ്പിച്ചു. സാറിനെ ഇഷ്ടപ്പെട്ടു. സാറ് പാടാൻ പറഞ്ഞു. അങ്ങനെ ചെയ്ത് പാടി. വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ഗുരുക്കന്മാരുടെ പ്രസക്തി എന്താണെന്ന ചോദ്യത്തിനും ഈ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ഉത്തരമുണ്ട്. അധ്യാപകരെ എന്നും ബഹുമാനിക്കണം. നമ്മളെപ്പോഴും റെസ്പെക്ട് കൊടുക്കണം. ഒരു കുട്ടിയുടെ വളർച്ച നാളെ ആരായി തീരണം എന്നൊക്കെ ശരിക്കും നന്നായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അധ്യാപകർക്കാണ്. അധ്യാപകർ എങ്ങനെ ഒരു കുട്ടികളെ നോക്കുന്നു, അവരെങ്ങനെ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഭാഗമാകുന്നു, അതുപോലെ ഇരിക്കും ആ കുട്ടിയുടെ പിന്നീടുള്ള ജീവിതം. ഞാൻ ഗുരുവിനെ വന്ദിച്ചിടും, എൻ ഗുരുവിനെ വന്ദിച്ചിടും, ഞാൻ ഗുരുവിനെ വന്ദിച്ചിടും, എൻ ഗുരുവിനെ വന്ദിച്ചിടും, നീലങ്ങളിൽ ഐശ്വര്യം ചൊരിയണമേ, നീലങ്ങളിൽ ഐശ്വര്യം ചൊരിയണമേ. അധ്യാപകർക്ക് ഗുരുദക്ഷിണയായി ഇതിൽ പരം ഇനി എന്ത് നൽകണം? സ്വന്തമായി പാട്ടെഴുതി അതിന് ഈണം നൽകി വേദിയിൽ ഈ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുക കൂടി ചെയ്തു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.